മറവി എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. തിരക്കിട്ട ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും പലതും മറന്നു പോകാറുണ്ട്. എന്നാൽ ചില മറവികൾക്ക് നമുക്ക് നൽകേണ്ടി വരിക വലിയ വില തന്നെയായിരിക്കും. അത്തരത്തിൽ കോഴിക്കോട് നാദാപുരത്ത് നടന്ന ഒരു സംഭവം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. വടകര വളയം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സിൽ ഓർക്കാട്ടിരിക്ക് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നുമാണ് രണ്ട് സ്ത്രീകളും ഒരു പിഞ്ചു കുഞ്ഞും കയറുന്നത്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞിനെ ബസ്സിന്റെ ഗിയർ ബോക്സിന് മുകളിൽ ഇരുത്തിയ ശേഷം അമ്മ സമീപത്തിരുന്നു. തുടർന്ന് ഇവർക്ക് ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ കുഞ്ഞ് ഒപ്പമുണ്ടെന്ന ധാരണ വിട്ട് രണ്ടുപേരും ഇറങ്ങിപ്പോവുകയായിരുന്നു. ശേഷം ബസ് വടകര സ്റ്റാൻഡിലെത്തിയപ്പോൾ കുഞ്ഞ് അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. ബാക്കിയുള്ള യാത്രക്കാരെല്ലാം ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഇതോടെ പരിഭ്രാന്തരായ ബസ് ജീവനക്കാർ സമീപത്തെല്ലാം കുട്ടിയുടെ മാതാപിതാക്കളെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ കുഞ്ഞാണെങ്കിൽ പേടിച്ചരണ്ട മുഖവുമായി അവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒടുവിൽ ബസ് ജീവനക്കാർ കുഞ്ഞിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനായി ശ്രമിച്ചുവെങ്കിലും പിഞ്ചു കുഞ്ഞായതുകൊണ്ടും കുഞ്ഞാകെ പേടിച്ചതുകൊണ്ടും അതിന് സാധിച്ചില്ല. ഇതോടെ ഇവർ സംഭവം പോലീസിനെ അറിയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് കുഞ്ഞിന്റെ അമ്മ ഒരു വാഹനത്തിൽ അവിടേക്ക് എത്തുന്നതും ഓടിവന്ന് കുഞ്ഞിനെ എടുക്കുന്നതും. കുഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന കാര്യം പെട്ടെന്ന് മറന്നുപോയതായിരുന്നു എന്നാണ് പരിഭ്രമിച്ചെത്തിയ അമ്മയുടെ മറുപടി. എന്തായാലും ഭാഗ്യം കൊണ്ട് കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടി. ഒരുപക്ഷെ ആ കുഞ്ഞ് മറ്റേതെങ്കിലും കൈകളിൽ അകപ്പെട്ടിരുന്നുവെങ്കിലോ ആ മാതാപിതാക്കൾക്ക് ഈ ജന്മം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമായിരുന്ന നീറ്റൽ എത്ര വലുതാകുമായിരുന്നു. ഇതിന് സമാനമായ ഒരു സംഭവം മുൻപ് കണ്ണൂർ തളിപ്പറമ്പിലും നടന്നിരുന്നു. അവിടെ 2 കാറുകളിലായി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ മതിമറന്ന് ഭക്ഷണം കഴിച്ച ശേഷം 1.5 വയസ്സുള്ള കുഞ്ഞിനെ മറന്നുവെക്കുകയായിരുന്നു. ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഏകദേശം 15 കിലോമീറ്റർ പിന്നിട്ട ശേഷമാണ് കുട്ടി കൂടെയില്ലെന്ന വിവരം ഇവർ മനസ്സിലാക്കുന്നത്. കുട്ടി തനിച്ചിരുന്ന് കരയുന്നത് കണ്ട ഹോട്ടലിലെ ജീവനക്കാർ സംഭവം പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി കുഞ്ഞിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. പിന്നീട് ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത്. ഇവർ 2 വാഹനങ്ങളിലായിരുന്നതുകൊണ്ട് തന്നെ അടുത്ത കാറിലായിരിക്കും കുട്ടി ഉള്ളത് എന്ന് പരസ്പരം കരുതിയതാണ് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ കാരണമായത്. എന്തായാലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഒരു നിമിഷത്തെ നമ്മുടെ അശ്രദ്ധ ഒരുപക്ഷെ ഒരു ആയുസ്സിന്റെ കണ്ണീരായി മാറിയേക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.